കപ്പൂസും കൂട്ടി. ഹായ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് കാത്തിരുന്നുള്ള ദിവസമാണ്. ഭയങ്കര എന്താ പറയാ, നമ്മളെ നാട്ടിലെ ഉത്സവമാണ് പറഞ്ഞല്ലോ. അപ്പൊ അതിനോടനുബന്ധിച്ചിട്ട് നമ്മളെ വീട്ടിലൊക്കെ കാളയും പൂതൊക്കെ വരും. അപ്പൊ പൂതം വരും. നമ്മള് രാത്രി ഉച്ച കഴിഞ്ഞിട്ട് വരുള്ളൂ കരുതി. ഈ ഉച്ചക്ക് വെയിലത്ത് വരും കരുതിയില്ലല്ലേ. അപ്പൊ പെട്ടെന്നായൊക്കെ ഇത്ര പെട്ടെന്ന് ഇവിടുത്തെ ഒരു കൊട്ട് കേട്ടപ്പോഴാണ് നമ്മൾ ഉണ്ടായത്. കാരണം നമ്മൾ റോഡ് പണി നടക്കുകയാണ്. അപ്പൊ എല്ലാ സൗണ്ടും കൂടിയാണ്. തൊട്ട മുന്നത്തെ വീട്ടില് പണി നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ എല്ലാ പൈപ്പിന്റെ വെള്ളത്തിന്റെ പരിപാടി നടക്കുന്നുണ്ട് നമ്മളെ വീട്ടിലേക്ക്. അതെ. അപ്പൊ നമ്മള് നമ്മളെ കുറച്ച് വർഷം മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ കഴിഞ്ഞ വർഷത്തെയൊക്കെ അറിയാം. കഴിഞ്ഞ വർഷം നമ്മള് വീട്ടിൽ അറിയാലോ, നമ്മളെ വീട് പണിയും കാര്യങ്ങളൊക്കെ അല്ലേന്നോ. അപ്പൊ അങ്ങനെയൊക്കെ ആയപ്പോ എന്നാലും നമ്മള് കാണിച്ചിട്ടുണ്ടായിരുന്നു സംഭവങ്ങളെല്ലാം. അപ്പൊ അതേപോലെ ഇപ്പൊ നമ്മളെ പുതിയ വീട്ടില് ഫസ്റ്റത്തെയാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം അതെല്ലാം കൂടിയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പൊ ശരിക്കും മുണ്ടും തോർത്തുണ്ടോ കൊടുക്കണം നമ്മള് വാങ്ങിയിട്ടില്ല. പിന്നെ എന്തൊക്കെ അമ്മ റെഡിയാക്കേണ്ട അരിയൊക്കെ ഉണ്ടല്ലേ. പിന്നെ വളക്ക് വെക്കണം, അരി കൊടുക്കണം, നെല്ല്, അങ്ങനെ പല സാധനങ്ങളും കൊടുക്കണം. പിന്നെ തുളസിപ്പൂവ്. അപ്പൊ ഫസ്റ്റ് നമ്മളെ തറവാട്ട് നമ്മളെ കുടുംബക്ഷേത്രത്തില് പൂതം വന്നിട്ട് അമ്പലത്തിലൊന്ന് തൊഴുതതിന്റെ ശേഷം തറവാട്ടില് കളിക്കും പൂതം. അതിന്റെ ശേഷമാണ് നമ്മളെ വീട്ടിലേക്കും നമ്മളെ വല്യച്ഛന്റെ അതായത് അനിയത്തിന്റെ വീട്ടിലും കളിക്കുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം മറ്റന്നാളാണ് നമ്മളെ ഉത്സവം. വിളക്ക് കയറ്റി വന്ന് കപ്പൂസും കൂടി കൊടുക്ക. കപ്പൂസ് ഇപ്പൊ ഇവിടെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ദേശത്തുള്ള എല്ലാവർക്കും നോമ്പിലാട്ടോ. അപ്പൊ ഇന്നൊട്ട് 3 ദിവസം, ഞാൻ തിങ്കൾ ചൊവ്വ 3 ദിവസം സൗണ്ട് കേക്കല്ലേ. അപ്പൊ കേട്ടു നോക്ക്. ചൂടായിട്ട് ആരൊക്കെ ഉണ്ട്? എല്ലാരും ഉണ്ട്. കൊറേ കുട്ടികളല്ലേ പ്രാച്ച. ഭയങ്കര ചൂടല്ലേടാ. ചെല്ല് ഇങ്ങോട്ടൊന്നോ വരാൻ പറ്റാത്ത കണ്ടീഷനാണ് അപ്പൊ അല്ലേ. അടുത്ത പ്രാവശ്യം നോക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. സുരേട്ടനല്ലേ. ആയിക്കോട്ടെ.
കൊടുത്തിട്ടുണ്ടല്ലോ എല്ലാരും. ഇനിയിപ്പൊ നമ്മക്ക് കാള വരാണ്ടല്ലേ, 2 കാള വരുന്നുണ്ട്. എപ്പോൾ പ്രാവശ്യം ഒന്നേ വരുള്ളൂ, കുറച്ച് ഉച്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ അല്ലേ. പൈസ കൊടുത്തിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ ഡ്രസ്സിന് അടുത്ത പ്രാവശ്യം കൊടുക്കുക. ആ വണ്ടി പോണക്കാട്ട് ഇപ്പൊ ഞമ്മക്ക് കുറച്ചുകൂടെയും വെയിറ്റ് ചെയ്ത് നിൽക്കുക. മറ്റേ കാണല്ലേ. ഇനി പിന്നെ മറ്റന്നാളൊക്കെ പോയാല്, നാളൊക്കെ ഞങ്ങള് പോകണ്ട, ആളൊക്കെ ഫുള്ള് ഉണ്ടാക്കുക അവിടെ. കടുവായിട്ട് കാണിച്ചു തരാം. നമ്മളെ തൊട്ടപ്പുറത്ത് അപ്പച്ചീന്റെ വീട്ടില് എല്ലാം പോണതാണ്. അപ്പൊ മരിച്ചായിട്ട് ഇപ്പൊ അവിടുത്തെ നമ്മളെ പ്രിയപ്പെട്ട ഏട്ടൻ മരിച്ച കാരണം അവിടേക്കും പോണില്ല. അല്ലെങ്കിൽ അതിലൊക്കെ പോയി ഇവിടെ ഏട്ടൻ്റെ അടുത്തെല്ലാം കളിച്ചിട്ടാണ് പോവര്. ഇപ്പൊ നമ്മളെ ഈ 3 വീട്ടില് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ ഇതേപോലെ തന്നെ അല്ലേ, ഇതേപോലെ തന്നെ വേണ്ടി വരും. ഇനിയിപ്പോ കാളയ്ക്ക് ഇതേപോലെ തന്നെ ആചാരങ്ങളാണ് ഒക്കെ കൊടുക്കണം അല്ലെ. ഒക്കെ മുണ്ട് ചോദിക്കാം നമ്മള്. ഇപ്രാവശ്യം നമ്മള് ഓർത്തില്ലേ മുണ്ടൊക്കെ കൊടുക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും നമുക്ക് ഇനി കുറച്ചേരം വെയിറ്റ് ചെയ്തൊക്കെ മറ്റും വരും. കാളയും കൂടി കാണിക്കല്ലേ. നമ്മള് കാത്തിരുന്ന അടുത്ത കാളയും വരുന്നുണ്ട് അല്ലേ. അപ്പൊ സവാ ഇങ്ങോട്ടായിട്ട് വരുമോ? തറവാട്ട് പോയിട്ട് വരില്ലേ. ഫോട്ടോ കേട്ടെ കാര്യമായിട്ട് ഫോട്ടോ വരിയമ്മ. പോയി എന്താ അവിടെ ശരി. പക്ഷെ ഇനി നമുക്ക് ഇനി എല്ലാ വീട്ടിലൂടെ ഇങ്ങനെ പോട്ടോ. ഇനിയിപ്പോ ഒരു കളിച്ച് കഴിഞ്ഞ് പോവാണ്. അപ്പൊ 4 മണി കഴിഞ്ഞു. നാളെയും പിന്നെ താലപ്പൊലി ദിവസവും അങ്ങനെ തീർക്കും വീടുകളിലെല്ലാം തന്നെ പരിപാടി. നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മളെ ഇനിയിപ്പോ അവന്റെ അമ്പലത്തിലുണ്ടാവും ഇഷ്ടം പോലെ. പിന്നെ വലിയ കാള വരും. ഇതിൽ
കൊറേ ആൾക്കാർ പിടിച്ചു വരും പക്ഷെ നമ്മള് കാണിച്ചു തരും കേട്ടോ. ഇത് ചെറിയ നമ്മൾ അത്രയും വലിയ ഉത്സവമാണ്. വലിയതുണ്ട്, കൊറേ ആൾക്കാർ കൂടി പിടിച്ചിട്ട് പിന്നെ വലിയ കളേനെ കൊണ്ടുവരിക. പിന്നെ കൊറേ പൂതുണ്ടാവും, ഇഷ്ടംപോലെ ഉണ്ടാവും. പിന്നെ കുതിര, ഭയങ്കര പരിപാടിയാ. കുറേ സ്ഥലത്തുന്നുണ്ട്. പിന്നെ ഇപ്രാവശ്യം 7 മണിക്ക് വെടിക്കെട്ടൊക്കെ ഉണ്ട് തോന്നുന്നു. പിന്നെ 1ാം സമ്മാനം അതേപോലെ ബൈക്ക് ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ അല്ലെ, 100 റുപ്യന്റെ കൂപ്പൺ ഉണ്ട്, അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നാളെ തൊട്ട് ഞങ്ങൾ പോലെ തുടങ്ങും അങ്ങോട്ട്. ഇനിയിപ്പോ വീഡിയോ ഇപ്പൊ എടുക്കൂല കേട്ടോ. ഇനിയിപ്പോ ഉത്സവത്തിന്റെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നാളെ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല, കാരണം അങ്ങനെ ഓരോ പരിപാടികളാണ് അമ്പലത്തിന്റെ ഉള്ളില്. അപ്പൊ നമ്മൾ അവിടെ പോകും. എന്തൊരു കിളീന്റെ സൗണ്ടാണ്. അപ്പൊ പിന്നെ നമ്മള് പുതിയ വീട്ടിലായിട്ട് വളരെ സന്തോഷം. ഒരു സന്തോഷാണ്. അത് പറഞ്ഞത് കഴിഞ്ഞ വർഷം പണി നടക്കുന്നു അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം പണി നടക്കില്ലേന്നോ. നമ്മള് ഈ സമയമായപ്പോ നമ്മള് തറവാട്ടിൽ വന്നിട്ട് അല്ലേ, തറവാട്ടിൽ വന്നിട്ട് കൊടുക്കാനുള്ള വഴിപാട് കൊടുക്കും നമ്മള്. പക്ഷെ നമ്മള് തറവാട്ടിൽ നിന്ന് ആണ് കണ്ടതും കളി കണ്ടതും എല്ലാം. അപ്പൊ അവിടെ പണിയല്ലേന്നോ, നമ്മൾ ആ വാടക വീട്ടിൽ നിന്ന് അവിടെ വന്നിട്ട് അങ്ങനെ കണ്ടതേന്നു. പിന്നെ കഴിഞ്ഞതിന്റെ 9 വർഷം നമ്മളെ പഴയ വീട്ടിൽ തന്നെയാണ്. ഇപ്രാവശ്യം നമുക്ക് പുതിയ വീടൊക്കെ ആയി. ഇപ്രാവശ്യം പിന്നെ നമുക്ക് പുതിയ വീട്ടിൽ നിന്ന് ആണിത് തലപ്പല്ലി നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ. നമ്മളാ പഴയ വീട് എന്നുള്ള അതും ഇതും ഇങ്ങനെ ഇപ്പോഴും കണ്ണിലാണ്. എന്നാലും ഈ പ്രാവശ്യത്തെ ഉത്സവത്തിനൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് പോകാനായല്ലോ എല്ലാം കൊണ്ടും. അപ്പൊ എന്നാല് കൂടുതൽ പറയണില്ല അല്ലേ, നമുക്ക് ഉത്സവം കാണിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ നാളെ കാണാം. ബൈ.